TVK'ക്കുള്ള പിന്തുണ കത്തിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് അമ്മ മക്കൾ മുന്നേറ്റ കഴകം MLA കെ കാമരാജ് അവകാശപ്പെട്ടു. വ്യാജ ഒപ്പിട്ട കത്താണ് TVK നൽകിയതെന്നായിരുന്നു കാമരാജിന്റെ വാദം. എന്നാൽ TVK'ക്ക് പിന്തുണ അർപ്പിച്ച് കാമരാജ് ഒപ്പിടുന്നതിന്റെ വീഡിയോ TVKയും പുറത്തുവിട്ടു. இல்ல நம்மளோடதில்ல இவர் மாதிரி கையெழுத்து போட்டு கொடுத்துருக்காங்க. இந்த நம்பர்ல தான் சார் பேசுறாரு, செக்ரட்டரி 9844224060. வாட்ஸ்அப்ல வந்து கரெக்ட்டுங்களா? எங்க கையெழுத்து எல்லாம் கிடையாது. நேரா அட்வொகேட் ஜெனரல் தான் அழைச்சிட்டு போறோம். இது மாதிரி இருக்கு, என்ன பண்ணலாம், தலைவர் கவனத்தை கொண்டு போங்க, இவன்கிட்ட போய் கம்ப்ளைண்ட் பண்ணுங்க, இவன்கிட்ட கவர்னர்கிட்ட போங்க, பிரசன்ஸ் ஆஃப் கவர்னர் நேரா போய் எக்ஸ்பிளைன் பண்ணுங்க அப்படின்னு சொன்னது பேர் நேரா எக்ஸ்பிளைன் பண்ணி இது தபால் எழுதி கொடுத்துருக்கேன். இது நான் எழுதி கொடுத்தது. அவங்கள்ட்ட கோரமே இல்லைங்க, மெஜாரிட்டி இல்லாம எப்படி ஆட்சி அமைக்க முடியும்? சார் இந்த கட்சியோட பொதுச் செயலாளர் தெரிஞ்சோட கவர்னர் விட்டாரு, இது மிஸ் பண்ணிருக்கிறாங்க அப்படின்னு அவரு டைரக்டா வந்துட்டாரு. சரிங்களா? അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്ന സമ്മർദ്ദം ഇതാണ് അവസരമെന്ന് കരുതി വിജയ്ക്കുമേൽ TVK'ക്കുമേൽ ചുമത്തുകയാണെന്ന് തോന്നുന്നു. VCK ഒരു പക്ഷത്ത്, ഇതാ AMMKയുടെ നാടകം മറ്റൊരു വശത്ത്. ചുരുക്കത്തിൽ വിജയ് ശരിക്കും കുരുക്കിലായിരിക്കുന്നു. ഒരു 107 സീറ്റ് എന്ന് പറഞ്ഞ ഒരു നമ്പറിൽ ചെന്ന് നിന്നത് ഒരു വലിയ തിരിച്ചടിയായി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. വല്ലാത്ത കുഴപ്പത്തിലൂടെയാണ് വിജയ് പോകുന്നത്. ഇതൊരു ചെറിയ കളിയല്ല TTV ദിനകരൻ കളിച്ചത്. ഗവർണർക്ക് മുന്നിലേക്ക് ഒരു പന്തിട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു കുതിര കച്ചവടം നടന്നു എന്ന് വരുത്തി തീർക്കുകയും അതിൽ അന്വേഷണം ആദ്യം നടക്കട്ടെ, എന്നിട്ടാവാം മറ്റു കാര്യമെന്ന് ഒരു പക്ഷേ ഗവർണർക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് TTV ദിനകരൻ അറിഞ്ഞു കളിക്കുന്ന ആളാണ്, നന്നായിട്ട് കളിയറിയാവുന്ന ആളാണ്. ആ കളിയാണ് നമ്മളിപ്പോൾ ഒറ്റ MLA ആണെങ്കിൽ പോലും ഇവിടെ കണ്ടത്. നമ്മൾ പലരും തമാശയ്ക്ക് പറയാറുണ്ട്, ഒരു MLA ആണെങ്കിലും BJP ചിലപ്പോൾ ഭരണം പിടിച്ചേക്കാമെന്ന്. ആ അവസ്ഥയിൽ ആ നിലയ്ക്ക് ഒരു MLA ആണെങ്കിലും അതിന് തന്നെ കൊണ്ട് കഴിയാവുന്ന കളി TTV ദിനകരൻ കളിച്ചു. ഇന്നലെ വൈകിട്ടാണ് പിന്തുണ നൽകാമെന്ന് പറഞ്ഞ് അമ്മ മക്കൾ മുന്നേറ്റ കഴകം MLA കെ കാമരാജ് വിജയ് പക്ഷത്തെ സമീപിച്ചത്. അപ്പോൾ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഗവർണർക്ക് കൊണ്ടു കൊടുത്തു. 117 ഈ മെജോറിറ്റിക്ക് വേണ്ട മാർക്ക്. അവിടെ ഈ MLA കൂടി ചേർന്ന് 117 സത്യപ്രതിജ്ഞയ്ക്ക് തീയതി നിശ്ചയിച്ചു, സമയം നിശ്ചയിച്ചു. എന്നാൽ അതിന് പിന്നാലെ TTV ദിനകരൻ ഗവർണറെ പോയി കണ്ട് ആ കത്ത് വ്യാജമാണ് എന്ന് പറയുന്നു, കേസ് കൊടുക്കുന്നു. അതിനുശേഷം ഈ MLA തന്നെ പുറത്തു വന്ന് അത് വ്യാജമാണ് എന്ന് പറയുന്നു. ഇതൊക്കെ വലിയ പ്ലാനിന്റെ ഭാഗമാണ് ശ്രീജ.